വികസനമാണ് പോലും വികസനം. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്നെ നോക്കാനല്ല, ചുറ്റും നോക്കാൻ. ഹൈടെക് സ്കൂള്, ഡിജിറ്റൽ ലാബ്, AI, ഇത് വല്ലതും നമ്മൾ പഠിച്ചപ്പോ ഉണ്ടായിരുന്നോ? നമ്മൾ പഠിച്ച സമയത്ത് ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. ചുമ്മാ പിള്ളേര് നെഹളിക്കാനായിട്ട് ഓരോന്ന്. ഇപ്പൊ ആണെങ്കിലേ സ്കൂൾ അടയ്ക്കും മുന്നേ പുസ്തകം എന്തൊക്കെ കാണണം. റോഡിന്റെ കാര്യം പറയണം. പണ്ട് ഞാനും ചേട്ടനും കൂടെ വണ്ടി പോകുമ്പോ റോഡിൽ കട്ടറി വീഴുന്നതിന് ചേട്ടൻ എന്റെ തന്തയ്ക്കാ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ തന്തയ്ക്ക് പോയിട്ട് എന്നെ പോലും ഒന്നും വിളിക്കുന്നില്ല. റോഡിലോട്ട് ഇറങ്ങിയ ഒഴുകി അങ്ങ് പോവുക. ആ, വേറൊരു കാര്യമുണ്ട്. പവർ കട്ട് ഇല്ലാത്തോണ്ട് ഈ നാട്ടിലെ എത്ര കുൽസിതങ്ങളാ മുളയിലെ പൊട്ടിപ്പോയെന്നറിയാവോ? അന്യം നിന്ന് പോയി ആ കലാരൂപം. നിങ്ങളൊക്കെ എത്ര വയസ്സിലാ ഒരു കപ്പല് കണ്ടത്, ഒരു കണ്ടെയ്നർ കണ്ടത്? ഇവിടെ വിഴിഞ്ഞം 1.0, 2.0, 3.0, ഈ കപ്പലൊക്കെ എന്തോ ഉത്സവത്തിന് വല്ലതും വാങ്ങുന്നതാണോ? ഒന്നിനും ഒരു വില ഇല്ലാതായി. പണ്ടേ കായലിന് കുറുകെ വള്ളത്തിലായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഒരു കാറ്റടിച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞു. ഇപ്പൊ റോഡിൽ കൂടെ പൊക്കോണ്ടിരുന്ന മെട്രോയും വെള്ളത്തിൽ കൂടെ വാട്ടർ മെട്രോ. ലൈഫിൽ എന്തെങ്കിലും അഡ്വഞ്ചർ ഒക്കെ വേണ്ടായോ? അത് വല്ലതും ഉണ്ടോ ഈ പിള്ളേർക്ക്? ഇന്നാളെ എന്റെ മേമ സർക്കാർ ആശുപത്രിയിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് ബോർഡ് നോക്കി കൊണ്ടുവന്നാക്കിയ ഓട്ടോക്കാരനെ പള്ളും വിളിച്ച്. സർക്കാർ ആശുപത്രി അല്ല, അത് പ്രൈവറ്റ് ആശുപത്രിയാണ്. സർക്കാർ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാലേ അതിന് ഒരു സൗകര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രേ ആവാവൂ. ഈ 90-ാം വയസ്സിലെ എന്റെ അമ്മായിമ്മയ്ക്ക് എന്തിനാ 2000 രൂപ പെൻഷൻ? ഞങ്ങൾക്ക് 1000 രൂപ തരുന്നതിന്റെ കൂട്ടത്തിൽ ആ 2000 രൂപയും കൂടെ ഞങ്ങൾക്ക് തന്ന 3000 രൂപ ഇട്ടേ ഒരു ചിട്ടിക്ക് കൊടുക്കാം. ഞാനേ പത്രത്തിൽ വായിച്ച് ഈ ടെക്നോ പാർക്കിന്റെയും ഇൻഫോ പാർക്കിന്റെയും കൂടെ സയൻസ് പാർക്കെന്നോ ഡിജിറ്റൽ പാർക്കെന്നോ സ്പേസ് പാർക്കെന്നോ ഒക്കെ പറഞ്ഞിട്ട് കുറെ പാർക്ക് വരുന്നെന്ന്. ഉള്ള പാർക്കെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് കൂടെ പിള്ളേർക്ക് കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് പ്രേമിച്ച് നടക്കാമല്ലോ അവിടെ ബെഞ്ചിമേ ഇരുന്ന്. വികസനമാണ് പോലും വികസനം. ഇതാണോ വികസനം?